ഇനി ചിക്കുവാദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എനിക്കും അത്ര പിടിയില്ല, എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെൻ്റെ ആദ്യ കലോത്സവമാണേ. അതിൻ്റെ ആവേശത്തിലാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ചിക്കുവാദ്യമാണ് ഞാൻ. നിങ്ങൾക്കെന്നെ പരിചയമുണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ നിങ്ങളെക്കാളേറെ പ്രായമുണ്ടെനിക്ക്. പശുവിൻ്റെയോ ആടിൻ്റെയോ തോലാണ് എൻ്റെ വേഷം. ഞാനില്ലെങ്കിൽ മലപ്പുലയാട്ടത്തിന് താളമില്ല. താളത്തിൽ കിടിമുട്ടിയും ചിലങ്കയുമാണ് എൻ്റെ കൂട്ടുകാർ. ഞങ്ങൾ ഒരുമിക്കുന്ന താളത്തിലാണ് ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ നൃത്തം ചവിട്ടുക. അവരുടെ കൈകളിലെ കോലുകളുടെ ശബ്ദവും ഞങ്ങൾക്കൊപ്പമുണ്ടാകും. ഞങ്ങൾക്ക് പാട്ടില്ല കേട്ടോ, താളം മാത്രം. ഉത്സവകാലമായാൽ പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളാണ്. മാരിയമ്മൻ, കാളിയമ്മൻ, മീനാക്ഷി എന്നീ ദേവതകളെയൊക്കെ ആരാധിക്കാൻ ഞങ്ങളാണ് നൃത്തം ചെയ്യുക. രാത്രി തുടങ്ങുന്ന നൃത്തം പുലരുവോളം നീളും. അതൊക്കെ എൻ്റെ ഉത്സവ വിശേഷങ്ങൾ. ഇപ്പോൾ ആദ്യമായി സ്കൂൾ കലോത്സവത്തിനെത്തി. ഇപ്പോൾ ഞങ്ങളെ തേടി ആളുകൾ നെട്ടോട്ടമാണ്. ഫോണിൽ നോക്കിയൊക്കെ മലപ്പുലയാട്ടം പഠിച്ചു അത്രേ. എനിക്ക് അതിശയം തോന്നി. എന്തായാലും ഇവിടെ കണ്ട കാഴ്ചകളൊക്കെ ഞാനെന്ന് പറയാം. ആടിയ ചിലർക്ക് താളം തെറ്റി. അവർ കരഞ്ഞു. പാവം കുട്ടികൾ. ചിലർ തളർന്നിരുന്നു. കാടിൻ്റെ തണുപ്പിൽ ഞങ്ങളാടുമ്പോൾ ഞങ്ങൾക്ക് ക്ഷീണമൊന്നും ഉണ്ടാകാറേയില്ല. പക്ഷേ പുറം ലോകത്തെ ചൂടിൽ കുട്ടികൾ തളർന്നുപോയി. പുറം ലോകം കാണാതിരുന്ന ഞങ്ങളെ കാണാൻ ആരെല്ലാമാണ് വന്നതെന്നറിയുമോ? വിദേശികളുമുണ്ട്. കുറ്റം പറയരുതല്ലോ, നല്ല സ്വീകരണമാണ് ഇവിടെ നിന്ന് കിട്ടിയത്. നാളെ ഞാൻ ഊരിലേക്ക് തിരിച്ചു പോകും, നിറഞ്ഞ സന്തോഷത്തോടെ. നഗരച്ചൂടിൽ നിന്ന് മണ്ണിൻ്റെ തണുപ്പുള്ള എൻ്റെ നാട്ടിലേക്ക്. ക്യാമറാമാൻ ബിജു മുരളീധരനും റിപ്പോർട്ടർ വിവിന വിദ്രയ്ക്കുമൊപ്പം ചിക്കുവാദ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.